നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിൽ CPIM പ്രവർത്തകന് വെട്ടേറ്റത് എരിഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യയുടെ ഭർത്താവ് ശ്രീജൻ ബാബുവിന്. സംഭവത്തിനു പിന്നിൽ RSS എന്ന CPIM. കീച്ചേരിയിൽ CPIM BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം. BJP പ്രവർത്തകർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പകർച്ചപ്പനി തടയാൻ കഴിയാത്ത മന്ത്രി KK ശൈലജ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട്. കേരള സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല കൊതുകുകൾക്കൊപ്പമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ. പയ്യന്നൂരിലെ ഹക്കീം വധം അറസ്റ്റിലായ 4 പേരുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് ഹക്കീം വധക്കേസിലെ നിർണായക വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പെൺ സൗഹൃദ മുറി തുറന്നു. പെൺ സൗഹൃദ മുറി ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് വിദ്യാർത്ഥിനികൾക്ക് ആശ്വാസം കണ്ടെത്താൻ. കല്യാശ്ശേരി മണ്ഡലത്തിൽ 8 കോളേജുകളിലും പെൺ സൗഹൃദ മുറി ഒരുങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ CPM പ്രവർത്തകനെ വെട്ടേറ്റു. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യയുടെ ഭർത്താവും ഓട്ടോ ഡ്രൈവറുമായ ശ്രീജൻ ബാബുവിനാണ് ഉച്ചയ്ക്ക് 2:30 നായനാർ റോഡിൽ വെച്ച് വെട്ടേറ്റത്. അക്രമത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM ആരോപിച്ചു. ഇന്നുച്ചക്ക് 2:30 ആക്രമണം ഉണ്ടായത്. എരഞ്ഞോളി കുടക്കളം കുന്നുമ്മൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഓട്ടോ ഡ്രൈവറുമായ ശ്രീജൻ ബാബുവിനെയാണ് മാരകായുധങ്ങളുമായി എത്തിയ 9 അംഗ സംഘം ആക്രമിച്ചത്. നായനാർ റോഡിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ പാർക്ക് ചെയ്ത കീച്ചേരിയിൽ CPM BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം. കല്ലേറിയിൽ ജനൽ ചില്ലുകൾ തകർന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി രതീഷ് ബാബുവിന്റെയും BJP കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി രതീഷിന്റെ വീടിന് നേരെയുമാണ് ഇന്ന് പുലർച്ചെ ആക്രമണം നടന്നത്. CPM ബ്രാഞ്ച് സെക്രട്ടറി EP രതീഷ് ബാബുവിന്റെ വീടിന് നേരെയും BJP കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി രതീഷിന്റെ വീടിനു നേരെയുമാണ് ആക്രമണമുണ്ടായത്. രതീഷ് ബാബുവിന്റെ വീടിന് നേരെയാണ് ആദ്യം കല്ലേറുണ്ടായത്. ഇതിന് തുടർച്ചയെന്ന് സ്വകാര്യ നഴ്സുമാരുടെ സമരം നഴ്സുമാർക്ക് അനുകൂലമായ തീരുമാനമായിരിക്കും സർക്കാർ കൈക്കൊള്ളുകയെന്ന് മന്ത്രി KK ശൈലജ. ഈ വരുന്ന 10-ന് തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കം പങ്കെടുക്കുന്ന യോഗം ചേരുമെന്നും ഈ യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാവുകയെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് അനുകൂലമാണ്. സമരം ചെയ്യുന്നവരുടെ ആവശ്യം വളരെ ന്യായമാണ്. പനി ബാധിച്ച ആളുകൾ മരിക്കാനിടയാവുന്നത് തടയണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിന് ഈ ചെറുപ്പക്കാരാകെ സഹകരിക്കണം. അവരുടെ ആവശ്യം വളരെ വലുതാണ്. എങ്കിലും പനി വരുമ്പോൾ ചികിത്സ കിട്ടാതെ ഒരു രോഗി പോലും എവിടെയും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും സ്വകാര്യ ഹോസ്പിറ്റലായാലും മരിക്കാനിടയാകരുത് എന്ന ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് അവരോട് ഇപ്പോൾ സർക്കാർ നിങ്ങളുടെ പ്രശ്നത്തിൽ ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമരം മാറ്റിവെക്കണം, രോഗികളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പകർച്ചപ്പനി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം പനിച്ചു വിറക്കുമ്പോൾ കേരള സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല കൊതുകുകൾക്കൊപ്പമാണെന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേരള സർക്കാരിനും പിണറായിക്കും പനി ബാധിച്ചിരിക്കുകയാണ്. മന്ത്രി അവരുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ. സംസ്ഥാനത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കൂടിയുണ്ട്. ആശുപത്രികളിൽ മഴക്കാല രോഗങ്ങൾക്കുള്ള മരുന്നില്ലാത്ത സ്ഥിതിയാണ്. നഴ്സുമാരും ഡോക്ടർമാരും ആശുപത്രികളിൽ ഇല്ല. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരത്തിലുമാണ്. ആരോഗ്യ മേഖലയിലെ സ്ഥിതി ഗുരുതരമാണെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേരള ഗവൺമെന്റിനെയും പിണറായി വിജയനെയും മുഖ്യമന്ത്രിയെയും പനി ബാധിച്ചിരിക്കുകയാണോ? ഒരു പനിയുടെ ഭരണമാണോ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായതോ ഒന്നല്ല 3 പ്രാവശ്യം മന്ത്രം ചെല്ലിയിട്ട് ശൈലജ ടീച്ചർ യോഗാസനം ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ശൈലജ ടീച്ചറുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ, ശൈലജ ടീച്ചറുടെ കുടുംബത്തിന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ. ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം നോക്കേണ്ട ബാധ്യത ശൈലജ ടീച്ചർക്കുണ്ട്, പിണറായി വിജയനുണ്ട്. ജില്ലാ പ്രസിഡന്റ് P സത്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK വിനോദ് കുമാർ, മുൻ പ്രസിഡന്റ് K രഞ്ജിത്ത്, മഹിളാ മോർച്ച നേതാവ് P ജ്യോതി, PK വേലായുധൻ, VV ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂരിലെ ഹക്കീം വധം അറസ്റ്റിലായ 4 പേരുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. പോളിഗ്രാഫ് പരിശോധനയിലൂടെയും നുണപരിശോധനയുടെയും റിപ്പോർട്ടുകളാണ് പയ്യന്നൂർ CJM കോടതിയിൽ നൽകിയത്.
പയ്യന്നൂർ കൊറ്റി സ്വദേശികളായ അബ്ദുൽ നാസർ, അബ്ദുൽ സലാം, ഫാസിൽ മൻസിൽ ഇസ്മയിൽ, AP മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് CBI സംഘം കോടതിയുടെ അനുമതിയോടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ എറണാകുളം ജില്ലാ ജയിലിൽ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രതികളുടെ പോളിഗ്രാഫ് പരിശോധന നടത്തിയിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രതിഭാഗം അഭിഭാഷകനായ അഡ്വക്കേറ്റ് TK വിപിൻ ദാസിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ നടന്നത്. ഈ 2 പരിശോധനകളുടെ ഫലങ്ങളാണ് ചെന്നൈ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലെ ഉദ്യോഗസ്ഥർ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നത്. അറസ്റ്റിലായ 4 പ്രതികളുടെ കാര്യത്തിലും ഹക്കീം വധത്തിലെ മറ്റു പ്രതികളുടെ കാര്യത്തിലും നിർണായക വഴിത്തിരിവായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം പരിശോധനാ റിപ്പോർട്ടിനെ കാണുന്നത്. എളയാവൂർ മധുക്കോത്ത് സ്വകാര്യ വ്യക്തി പൊതുവഴി കയ്യേറി മണ്ണിട്ടുയർത്തി. വില്ലകൾ അപകട ഭീഷണിയിൽ. മണ്ണ് തള്ളി മതിലിടിഞ്ഞതിനാൽ ഒരു വില്ല തകർന്നു. ശ്രീറോഷ് പ്രോപ്പർട്ടീസിന്റെ വില്ലകളിൽ ഉള്ളവരാണ് അപകട ഭീഷണിയിൽ കഴിയുന്നത്. പൊതുവഴി കയ്യേറിയതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് ഇവർ പറയുന്നു. എളയാവൂർ മധുക്കോത്ത് സ്വകാര്യ വ്യക്തി പൊതുവഴി കയ്യേറി മണ്ണിട്ടുയർത്തിയതിനാൽ ശ്രീറോഷ് പ്രോപ്പർട്ടീസിന്റെ വില്ലകളാണ് അപകട ഭീഷണി നേരിടുന്നത്. 5 അടി വീതിയും 200 മീറ്റർ നീളവുമുള്ള ഇടവഴിയുടെ 4 മീറ്ററോളം ഭാഗം കയ്യേറി സ്വകാര്യ വ്യക്തി തന്റെ ഭൂമിയോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കയ്യേറിയ സ്ഥലം മീറ്ററുകൾ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തു. മഴയിൽ ഈ മണ്ണിടിഞ്ഞു വീണാണ് തൊട്ടടുത്തുള്ള വില്ല തകർന്നത്. പൊതുവഴി കയ്യേറിയത് സംബന്ധിച്ച നേരത്തെ തന്നെ ജില്ലാ കളക്ടർ, മേയർ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ശ്രീറോഷ് പ്രോപ്പർട്ടീസ് അധികൃതർ പറഞ്ഞു. ആക്ച്വലി ഞങ്ങളൊരു 10-12 വർഷം മുമ്പാണ് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇവിടുന്ന് ഈ 2 റോഡിനെ, ഈ എളയാവൂർ റോഡിനെയും ശരിക്കും ചേലോറ റോഡിനെ കണക്ട് ചെയ്തിട്ട് 1.5 മീറ്റർ വീതിയിൽ പഞ്ചായത്തിൻ്റെ നല്ലൊരു തോട്, ഒരു ഇടയുണ്ടായിരുന്നു. ആ വെള്ളം ഒഴുകി പോകാനും ആളുകൾ പണ്ട് നടന്നുകൊണ്ടിരുന്ന തോടാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ മതിൽ കെട്ടുമ്പോൾ പഞ്ചായത്ത് ഞങ്ങളൊന്ന് നിഷ്കർഷിച്ച് ഏകദേശം 1 മീറ്റർ വിട്ടിട്ടാണ് ഞങ്ങളിവിടെ എല്ലാം മതിൽ കെട്ടിയിട്ടുള്ളത്. അയാൾ വീട് കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഗ്യാപ്പ്, ഈ ചെറിയ ഭാഗം മാത്രം, ഒരു 50-100 അടി ഗ്യാപ്പ്, ഇത് 200 മീറ്ററോളം നീളം വരുന്ന ഒരു വലിയ പാതയാണ്. അതിലൊരു 10-100 അടിയുടെ ഗ്യാപ്പിൻ്റെ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ജനുവരി മാസം 16-ാം തീയതി ഇവിടെയുള്ള അയൽവാസികൾ, താമസക്കാർ അവിടെ പോയി ഇവിടെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഇടം മണ്ണിട്ട് നിറയ്ക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വീടിന് ഭീഷണിയാകും, പഞ്ചായത്തിൻ്റെ ഈ സ്ഥലം കയ്യേറുന്നുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആരും ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുകയോ അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വീണ്ടും കലക്ടർക്ക്, തഹസിൽദാർക്ക്, RDOയ്ക്ക്, മേയർക്ക്, സോണൽ ഓഫീസ് എല്ലാവർക്കും ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞങ്ങളോട് ആരും ഒരു എൻക്വയറി ഒന്നും വന്നില്ല. 12 ഏക്കർ സ്ഥലത്താണ് ശ്രീറോഷ് പ്രോപ്പർട്ടീസ് വില്ലകൾ നിർമ്മിച്ചത്. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവർ പൊതുവഴിക്ക് വേണ്ടി സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. എന്നാൽ ഈ സ്ഥലം കൂടി സ്വകാര്യ വ്യക്തി കയ്യേറി സ്വന്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഉണ്ടായ കനത്ത മഴയിലാണ് മണ്ണ് തള്ളിയതിനെ തുടർന്ന് മതിലിടിഞ്ഞ് വില്ല തകർത്തത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 2 വില്ലകൾ തകർച്ചയുടെ വക്കിലുമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് പരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ശ്രീറോഷ് പ്രോപ്പർട്ടീസ് അധികൃതർ. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിൽ CPIM പ്രവർത്തകന് വെട്ടേറ്റത് എരിഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യയുടെ ഭർത്താവ് ശ്രീജൻ ബാബുവിന്. സംഭവത്തിനു പിന്നിൽ RSS എന്ന CPIM. കീച്ചേരിയിൽ CPIM BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം. BJP പ്രവർത്തകർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പകർച്ചപ്പനി തടയാൻ കഴിയാത്ത മന്ത്രി KK ശൈലജ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കേരള സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല കൊതുകുകൾക്കൊപ്പമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ. പയ്യന്നൂരിലെ ഹക്കീം വധം, അറസ്റ്റിലായ 4 പേരുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് ഹക്കീം വധക്കേസിലെ നിർണായക വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പെൺ സൗഹൃദ മുറി തുറന്നു. പെൺ സൗഹൃദ മുറി ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് വിദ്യാർത്ഥിനികൾക്ക് ആശ്വാസം കണ്ടെത്താൻ. കല്യാശ്ശേരി മണ്ഡലത്തിൽ 8 കോളേജുകളിലും പെൺ സൗഹൃദ മുറി ഒരുങ്ങി. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കൗസര കോംപ്ലക്സ്, കാൾടെക് ജംഗ്ഷൻ, കണ്ണൂർ. GTechൽ പഠിച്ചാൽ ജോലിയുമുണ്ട്, വാല്യൂമുണ്ട്. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ നിയർ ഇളയാവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, കണ്ണൂത്തുഞ്ചാൽ, കണ്ണൂർ. ഫോൺ 0497272369. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാബ്, കണ്ണൂർ. ഓറഞ്ച് ഡോർസ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ബിൽഡിംഗ്, മേലച്ചുവ, കണ്ണൂർ. ബ്രാഞ്ചസ് കൂത്തുപറമ്പ, അണ്ടലൂർക്കാവ്. ലുലു സാരീസ്, താവക്കര റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. ലുലു ഗോൾഡ്, താവക്കര റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി.
GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ് ഏച്ചൂർ, ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കെമിസ്റ്റ് ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സൗത്ത് ബാസാർ, കണ്ണൂർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഓരോരുത്തരുടെയും ബജറ്റിന് അനുയോജ്യമായവ. ലിലി സാരീസ്, ഫോർട്ട് റോഡ്, കണ്ണൂർ. വീവിംഗ് ഡ്രീം. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ഫോൺ 0497283509. കല്യാൺ സിൽക്ക് സാഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പെൺ സൗഹൃദ മുറി തുറന്നു. മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പെണ്ണിടം പദ്ധതിയുടെ സംസ്ഥാനത്തെ ആദ്യ ഉദ്ഘാടനമാണ് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 കോളേജുകളിലും സൗഹൃദ മുറി ഒരുക്കിയിട്ടുണ്ട്. ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി തയ്യാറാക്കിയ പെൺ സൗഹൃദ മുറിയാണ് പെണ്ണിടം. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് കോളേജുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നത്. നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, ശുചിമുറി എന്നിവ വിശ്രമ മുറിയോട് ചേർന്നുണ്ടാവുമെന്നതാണ് പ്രത്യേകത. പ്രാഥമിക ശുശ്രൂഷക്കുള്ള കിറ്റ്, കസേര, കട്ടിൽ, വീൽ ചെയർ, പ്രഷർ അപ്പാരറ്റ്സ്, ശുദ്ധജല സൗകര്യം, ഡ്രസ്സിംഗ് റൂം എന്നിവയും ഇതോടൊപ്പം ഉണ്ടാകും. ചുമരുകളിൽ പ്രമുഖ വനിതകളുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വായനക്കായി പ്രത്യേക ഇടവും ഒരുക്കി. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 കോളേജുകളിലും പെണ്ണിടം പദ്ധതിയുടെ ഭാഗമായി പ്രത്യേകം മുറികൾ ഒരുക്കി കഴിഞ്ഞു. TV രാജേഷ് MLAയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും 22 ലക്ഷം രൂപ ചെലവിട്ട പൊതുമേഖലാ സ്ഥാപനമായ സിഡ്കോയുടെ സഹകരണത്തോടെയാണ് പെണ്ണിടം തയ്യാറായത്. കോളിളക്കം സൃഷ്ടിച്ച കാട്ടാമ്പള്ളിയിലെ രമ്യ വധക്കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. രമ്യയുടെ ഭർത്താവ് ഷമികുമാർ, അമ്മ പത്മാവതി, സഹോദരൻ ലതീഷ് കുമാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. 2010 ജനുവരി 22-നാണ് രമ്യയെ ഭർത്താവ് ഷമികുമാർ കൊന്ന് ലോഡ്ജ് മുറിയിൽ കെട്ടിത്തൂക്കിയത്. 2010 ജനുവരി 22-നായിരുന്നു രമ്യയെ പയ്യന്നൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 15-ന് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ പ്രതി 16-ന് വൈകുന്നേരം രമ്യയെയും ഇളയ കുട്ടിയെയും കൂട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. 20-നാണ് ഷമ്മികുമാറും രമ്യയും ഇളയ കുട്ടിയോടൊപ്പം ലോഡ്ജിൽ താമസിക്കാനെത്തിയത്. സംശയത്തെ തുടർന്ന് മദ്യം നൽകി രമ്യയെ അബോധാവസ്ഥയിലാക്കി കൊന്ന കെട്ടിത്തൂക്കിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സംഭവത്തിന് ശേഷം ഗൾഫിലേക്ക് കടന്ന പ്രതിയെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. മലയോര മേഖലകളിലും ഇടനാടുകളിലുമുള്ള കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള ദൂരപരിധി കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മലബാർ പരിസ്ഥിതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പശ്ചിമഘട്ട സംരക്ഷണ സമിതി ചെയർമാൻ ബാബുജി ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലകളിലും ഇടനാട്ടിലുമുള്ള കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള ദൂരപരിധി നേരത്തെ 100 മീറ്റർ ഉണ്ടായതിൽ നിന്നാണ് സർക്കാർ 50 മീറ്ററായി കുറച്ചത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ക്വാറിയിൽ നിന്നും തൊട്ടടുത്ത പറമ്പുകളിലേക്കുള്ള ദൂരം 100 മീറ്ററാക്കി നിശ്ചയിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് നിഷ്കർഷിച്ചിരിക്കുന്നു 100 മീറ്റർ വേണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്പലേറ്റ് അതോറിറ്റി ആയിരിക്കുന്ന എയർ അതോറിറ്റി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത് ഞങ്ങൾക്കത് നിർണ്ണയിക്കാനുള്ള അറിവില്ല എന്നുള്ള കാര്യമാണ്. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഞങ്ങൾ 100 മീറ്റർ ആക്കി നിജപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് കോടതിയിൽ അവർ പറഞ്ഞത്. MP പ്രകാശൻ, വിനോദ് കൊമ്പൻ, M സുഭാഷ്, ശ്രീധരൻ ആലന്തട്ട തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി നേതൃത്വത്തിലുള്ളവരെയും മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടുത്തി CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് ഇടനീളം നടത്തുന്ന ഗൃഹസന്ദർശനം 3-ാം ദിവസം പിന്നിട്ടു. CPMന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ 1 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഭരണത്തെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും പരാതിയുണ്ടെങ്കിൽ അത് നേരിട്ടറിയുന്നതിനായാണ് ഗൃഹസന്ദർശന പരിപാടി. സാധാരണയായി ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളും സന്ദർശിക്കാറുള്ളത്. നിരവധി പരാതികൾ ലഭിച്ചു. പരാതികൾ പരിശോധിച്ച് പാർട്ടി ഇടപെട്ട് പരിഹരിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 1 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങൾ ആരായുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വീടുകൾ സന്ദർശിക്കുമ്പോൾ പാർട്ടിയെ പറ്റിയുള്ള അഭിപ്രായം, പാർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ, പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതെല്ലാം സ്വതന്ത്രമായി പറയാൻ സാധിക്കുന്ന രീതിയിൽ
നമ്മുടെ എല്ലാ വീടുകളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വീടുകളിലും കയറി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾ മുഴുകിയിട്ടുള്ളത്. മൊറാഴ പാന്തോട്ടത്തിൽ നടന്ന ഗൃഹസന്ദർശനത്തിൽ CPM സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമള, നഗരസഭാ കൗൺസിലർ തുടങ്ങിയവർ പങ്കെടുത്തു. സാശ്രയ മെഡിക്കൽ കോളേജ് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. MSF സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ചെറുകുന്ന് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മുതലാളിമാർക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വിറ്റുതുലയ്ക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും ഫൈസൽ ചെറുകുന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല മുതലാളിമാർക്ക് നീരേറി കൊടുക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്നുള്ളത് നമുക്കറിയാം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള സ്വാശ്രയ മേഖലയിലുള്ള തൊഴിലാളന്മാർക്ക് വിടുതൽ ചെയ്യുന്ന ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ രോഷം ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി ഇതര സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 15 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് ഇത്തരമൊരു സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് തുടക്കം കുറിച്ചത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. MSF നേതാക്കളായ നജാഫ്, സജീർ ഇക്ബാൽ, അഷ്കർ പള്ളിക്കുന്ന്, ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂരിൽ നടന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ഓവറോൾ ചാമ്പ്യന്മാരായി. തിരുവനന്തപുരം 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മുൻ മന്ത്രി K സുധാകരൻ സമ്മാനദാനം നിർവഹിച്ചു. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 105 പോയിന്റ് നേടിയാണ് ആലപ്പുഴ ജില്ല ഓവറോൾ കിരീടം നേടിയത്. 88 പോയിന്റുമായി തിരുവനന്തപുരത്തിനാണ് 2ാം സ്ഥാനം. 87 പോയിന്റ് നേടിയ കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. എക്യുപ്ഡ് വിഭാഗത്തിൽ സ്ട്രോങ് മാൻ ഓഫ് കേരള 2017 ആലപ്പുഴ സ്വദേശി മിഥുൻ ജോസഫിനെയും സ്ട്രോങ് വുമൺ ഓഫ് കേരള 2017 ആലപ്പുഴ സ്വദേശിനി അനീറ്റ ജോസഫിനെയും തിരഞ്ഞെടുത്തു. അൺഎക്യുപ്ഡ് വിഭാഗത്തിൽ എറണാകുളത്തിന്റെ PV ഷിബിനാണ് സ്ട്രോങ് മാൻ. മത്സ്യ ബാനു സ്ട്രോങ് വുമണായും തെരഞ്ഞെടുക്കപ്പെട്ടു. സമാപന ചടങ്ങിൽ അർജുന അവാർഡ് ജേതാവ് PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി വേണു G നായർ, ട്രഷറർ മോഹൻ പീറ്റർ എന്നിവർ സംസാരിച്ചു. കാലവർഷം ഒരു മാസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് 15% മഴ കുറവ്. മഴ കുറവിൽ മുന്നിലുള്ളത് വയനാട് ജില്ലയാണ്. കണ്ണൂരിൽ 18.5% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 മാസം നീളുന്ന തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ആദ്യ മാസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് 15% മഴ കമ്മി. ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാനത്ത് കിട്ടേണ്ട മഴ ശരാശരി 681 മില്ലിമീറ്ററാണ്. പക്ഷേ കിട്ടിയത് 578 മില്ലിമീറ്റർ. 14ൽ 10 ജില്ലകളിലും മഴ കമ്മിയാണ് രേഖപ്പെടുത്തുന്നത്. മഴക്കുറവിൽ മുന്നിലുള്ളത് വയനാട് ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ 18.5% കുറവ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ ഉൾപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ പ്രധാന മാസമാണ് ജൂൺ. ജൂണിലെ മഴക്കുറവ് മൊത്തം മഴക്കമ്മിയിലേക്കുള്ള സൂചനയായി കാലാവസ്ഥാ ഗവേഷകർ കാണുന്നു. എന്നാൽ ചില വർഷങ്ങളിൽ ജൂണിലെ കുറവ് മറ്റു മാസങ്ങൾ നികത്തിയിട്ടുണ്ട്. അവസാനമായി അറിയിപ്പുകൾ. വേങ്ങാട് EK നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 5 രാവിലെ 10 മണിക്ക് നടക്കും. മാതമംഗലം മണിയറ സർഗവേദി സംഘടിപ്പിക്കുന്ന 3ാമത് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സ്വാതന്ത്ര്യം 2017 9 രാവിലെ 9 മണി മുതൽ മണിയറ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 9961 340511. എടച്ചൊവ്വ തേറോത്ത് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം നാളെ രാവിലെ 8 നടക്കും. തന്ത്രി പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. ജൂലൈ 5 വാരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് സൗജന്യമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. ബന്ധപ്പെടേണ്ട നമ്പർ 9497 762802. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിൽ CPIM പ്രവർത്തകന് വെട്ടേറ്റത് എരിഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യയുടെ ഭർത്താവ് ശ്രീജൻ ബാബുവിന്. സംഭവത്തിനു പിന്നിൽ RSS എന്ന CPIM. കീച്ചേരിയിൽ CPIM BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം.
BJP പ്രവർത്തകർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പകർച്ചപ്പനി തടയാൻ കഴിയാത്ത മന്ത്രി KK ശൈലജ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല കൊതുകുകൾക്കൊപ്പമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ. പയ്യന്നൂരിലെ ഹക്കീം വധം അറസ്റ്റിലായ 4 പേരുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് ഹക്കീം വധക്കേസിലെ നിർണായക വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പെൺ സൗഹൃദ മുറി തുറന്നു. പെൺ സൗഹൃദ മുറി ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് വിദ്യാർത്ഥിനികൾക്ക് ആശ്വാസം കണ്ടെത്താൻ. കല്യാശ്ശേരി മണ്ഡലത്തിൽ 8 കോളേജുകളിലും പെൺ സൗഹൃദ മുറി ഒരുങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.